വെൽക്കം ബാക്ക് അഗൈൻ. ബിനുവാണേ. ആഹാ, ഇപ്പം രാവിലെ തന്നെ പതുപോലെ ഞാനും ദാസപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ദാസപ്പം ഇരിക്കുന്നു കേട്ടോ. ദാസപ്പിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളിന്ന് എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ തൃക്കുന്നപ്പുഴയാണ് ഉള്ളത്. തൃക്കുന്നപ്പുഴ ബീച്ചിൻ്റെ അടുത്ത്, ഈ ഫെറിയുടെ അടുത്താണ്. നമുക്ക് ഇവിടുന്ന് ഫെറി കടന്ന് വേണം നമുക്കിനി ഈ കായലിന് അക്കരെ പോകാൻ. ഇവിടെ രാവിലെ തന്നെ കുറേ മാർക്കറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ തൃക്കുന്നപ്പുഴയിലോട്ട് വണ്ടി ചെല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുറേ മാർക്കറ്റൊക്കെ ഇവിടെയാണ് കേട്ടോ. അത് നമ്മുടെ മീൻ മാർക്കറ്റാണ്. ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. മാർക്കറ്റല്ല, ഒരു മീൻ വിൽക്കുന്ന ചെറിയൊരു തട്ടുകട. ഇവിടെ വരെ ഉള്ളു ബസ്. ഇവിടെ 2 ബസ് കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് പോകാൻ കേട്ടോ. ഞങ്ങളൊക്കെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകെ കാണുന്നതെല്ലാം കായലും വെള്ളമാണ്. പുല്ല് കയറി മൂടി നിൽക്കണം കേട്ടോ. പുല്ലല്ല, പോച്ച. ഇതൊക്കെ ഒരു ചെറിയൊരു കടയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിരിക്കുന്നതാണ്. എല്ലാം വഴിയോര കച്ചവടമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബോർഡ് നമുക്ക് കാണാം. മുൻപിലേക്കുള്ള ഗതാഗതം നിലച്ച് എന്നൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെ വണ്ടി പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇതിലെയാണ് നമുക്ക് ഫെറിയിലോട്ട് പോകേണ്ടത്. ഫെറി കടന്ന് വേണം നമുക്ക് അക്കരയ്ക്ക് പോകാൻ. ദാസപ്പൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ മുന്നോട്ട് നമുക്ക് പോകാം. ദാസപ്പൻ അങ്ങനെ ഫെറിയിലോട്ട് കയറാൻ പോകണം കേട്ടോ. ഇതിൽ ഇവിടുന്ന് ഒരു ശക്കലം കൂടെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് 1/2 കിലോമീറ്ററോളം നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ഫെറി കടത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ജങ്കാർ സർവീസ് 6 to 9 PM കേട്ടോ. 20 മിനിറ്റ് ഇടവേളയിൽ നമുക്കൊന്ന് പോയി നോക്കാം. നല്ല മഞ്ഞ പൂവൊക്കെ വീണ് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നൊരു പ്രദേശം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ജങ്കാർ കേട്ടോ. അപ്പം അക്കരെ സാധനം ഇങ്ങോട്ട് വരണം. അക്കരെയാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. കൂടി എന്നാൽ ഒരു 50 മീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ജങ്കാർ കടത്തിൻ്റെ കേട്ടോ. അപ്പോൾ ആ പാലമണി നടക്കുന്നതിൻ്റെ പേരിലാണ് ഈ ജങ്കാർ ഇവിടെ വെച്ചിരിക്കുന്നത്. സെറ്റാണ്. ആ കിടക്കുന്നതാണ് നമ്മുടെ ജങ്കാർ കേട്ടോ. അവിടെയാണ് പാലമൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഈ ജങ്കാർ വെച്ചിരിക്കുന്നത്. ഫീസ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലേ. ഇവിടെ നേരെ തൃക്കുന്നപ്പുഴ നേരെ തോട്ടപ്പള്ളി. അവിടുന്ന് 7.5 കിലോമീറ്റർ. തൃക്കുന്നപ്പുഴ 7.5 കിലോമീറ്റർ തോട്ടപ്പള്ളി. പാലം ഇറങ്ങി അപ്പുറത്ത് പാലം ഇറങ്ങി റോഡ് ക്രോസ് അപ്പുറത്ത് 4 വരെ. അത് 4. അപ്പം അക്കരയിൽ ഫെറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ ഇക്കരയിലോട്ട് റിവേഴ്സാണ് വരുന്നത്. സിംഗിൾ സൈഡാണ് ഇതിൻ്റെ ഓപ്പൺ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തിരിഞ്ഞ് വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ജങ്കാർ അങ്ങനെ റിവേഴ്സ് വരുവാണ് കേട്ടോ. അത് ഒരേ സമയം 10-25-ഓളം വണ്ടികൾ കയറും കേട്ടോ. ഇതേ കയറി വരുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. കാരണം വലിയ ദൂരമൊന്നുമില്ല. ഞാൻ ഏകദേശം 55 മീറ്ററോളം ഉള്ളൂ കേട്ടോ. വണ്ടികളെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഫെറിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 2 വീലർ മാത്രം ഇതിലെ കയറ്റുക എന്നാണ് ഇവർ ഈ ഫെറിയെ കയറ്റുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് ഇവരുണ്ടാക്കിയ നിയമമാണോ അതോ മറ്റുള്ള ഇവിടുത്തെ ആൾക്കാരുടെ നിയമമാണെന്ന് അറിയില്ല. 2 വീലർ മാത്രം അതേ കയറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. അതിന് വേണ്ടി നമ്മൾ കയറുന്നത് നമ്മൾ കൂടുതൽ ബാധിക്കാനൊന്നും പോകുന്നില്ല. അത് ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെയായിട്ട് ആ നാട്ടുകാരുടെ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് വേണ്ട കുഴപ്പമില്ല. നമുക്കിതിൽ അപ്പോൾ നമ്മൾ ദാസപ്പൻ്റെ ബൈക്ക് ഷൂ ഒന്ന് മാറാൻ വന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു തൃക്കുന്നപ്പുഴയിലെ ഒരു ബൈക്ക് ബസ് കേട്ടോ. ദാസപ്പനകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ആൾ ബ്രേക്ക് തീരെ കുറവാണ്. ഫ്രണ്ടും ബാക്കും കുറവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കിലോമീറ്റർ ഇന്നേ ദിവസം ഓടേണ്ട അതിൻ്റെ പേര് നമ്മൾ ബ്രേക്ക് ഷൂ ഒക്കെ ഒന്ന് മാറി ഇത് തൃക്കുന്നപ്പുഴയാണ് കേട്ടോ. തൃക്കുന്നപ്പുഴയിൽ നിന്ന് മാറി നമുക്കാണ് തോട്ടപ്പള്ളിക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ദാസപ്പൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദാസപ്പൻ 2 കണ്ണാടിയൊക്കെ മേടിച്ച് വെച്ചു. ഇപ്പോൾ കണ്ണാടിയൊക്കെ നമ്മൾ മാറ്റിയായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ്. ഇതൊക്കെ ഇവിടുത്തെ ജീവനക്കാരാണ് കേട്ടോ. കാരണം നല്ല സഹകരണമാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതുപോലെ ഒറ്റപ്പെട്ടൊക്കെ വരുമ്പോൾ നമ്മളിതുപോലെ വർക്ക്ഷോപ്പിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് നമ്മളിതുപോലെ ട്രാവലിംഗ് അല്ലെങ്കിൽ ഈ ബ്ലോഗറാണൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല രീതിയിലാണ് അവർ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഷോപ്പ്. തൃക്കുന്നപ്പുഴ സിറ്റി ടൗൺ. ഇതിവിടുത്തെ ഒരു ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രമാണ്, അയ്യപ്പ ക്ഷേത്രം. അതായത് പരശുരാമൻ പണിതയിൽ 108 ക്ഷേത്രം പണിതയിൽ ഒരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ തൃക്കുന്നപ്പുഴ അയ്യപ്പ ക്ഷേത്രം. ഇത് ഇവിടുത്തെ സിറ്റിയാണ്. സിറ്റിയിൽ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇഷ്ടംപോലെ ധാരാളം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇഷ്ടംപോലെ കടൽ മത്സ്യങ്ങൾ കൂടുതൽ കയറി വരുന്ന ഒരു സിറ്റിയും കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ സിറ്റിയൊക്കെ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. നമുക്ക് ഇച്ചിരി കൂടെ അങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് തോട്ടപ്പള്ളിക്കും വലിയഴിക്കും തിരിയുന്നൊരു വഴിയാണ് കേട്ടോ. തൃക്കുന്നപ്പുഴ പഞ്ചായത്താണ് കേട്ടോ. അപ്പം നേരെ കാണുന്ന വഴിയാണ് നമുക്ക് തോട്ടപ്പള്ളിക്ക് പോകേണ്ട വഴി, നമുക്ക് പോകേണ്ട വഴി കേട്ടോ. ഇതിൽ നേരെ ഇടത്തോട്ട് തിരിയുന്നതാണ് നമ്മുടെ വലിയഴിക്കൽ. നേരത്തെ പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ.
എന്നാലും അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ. നമ്മൾ തോട്ടപ്പള്ളിക്ക് പോകുന്നില്ല, അല്ലേ, ഒരു വലിയടിക്ക് പോകുന്നില്ല, നമ്മൾ തോട്ടപ്പള്ളിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വലിയഴിക്കിലോട്ട്, അതായത് തൃക്കുന്നപ്പുഴ ബീച്ചിലോട്ടും വലിയഴിക്കിലോട്ടൊക്കെ പോകുന്നൊരു വഴി കേട്ടോ. ഇത് ഭയങ്കര തിരക്കാണ് രാവിലെ തന്നെ. ചെറിയൊരു മഴയ്ക്കുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം മഴയ്ക്കിപ്പുറം നമ്മൾ പോവുകയാണ്. നമ്മുടെ ദാസപ്പൻ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ദാസപ്പൻ ചെറിയൊരു മൊഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. രണ്ട് കണ്ണാടി മാറി, എന്നിലത്തെയും ബാക്കിലത്തെയും ലൈനറൊക്കെ നമ്മളൊന്ന് മാറി കേട്ടോ. ഇതായിരിക്കും ദാസപ്പൻ ഇരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം നമുക്കൊരു 15 കിലോമീറ്ററോളം യാത്ര ചെയ്താലേ നമുക്ക് തോട്ടപ്പള്ളി പാലത്തിലൂടെ എല്ലാം പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് നമുക്ക് നാലുചിറ പാലവും കൂടെ പാടുണ്ട്. അപ്പം ഉദ്ഘാടനം കാത്തു കിട്ടി കിടക്കുന്നൊരു പാലമാണ്. അപ്പം ആ പാലത്തിൻ്റെ ഒരു കാഴ്ചകൾ കാണാം നമുക്ക് കേട്ടോ. തൃക്കുന്നപ്പുഴ തോട്ടപ്പള്ളി ദേശീയ ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലും പോലീസ് സ്റ്റേഷനും അതുപോലെയുള്ള സർക്കാരിൻ്റെ ആയിട്ടുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തിനു പറയാം, നമ്മുടെ ബീവറേജ് വരെ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നല്ല കാഴ്ചകൾ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്നാലും രാവിലെ ഒരു മഴയ്ക്കുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മഴയൊക്കെ വഹിക്കാതെ നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ. നമുക്ക് ആലപ്പുഴയെ പറ്റി പറഞ്ഞാൽ ഒരുപാട് വർണ്ണിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഈ ആലപ്പുഴയിൽ കേട്ടോ ഒരുപാട് കേരൻ തെങ്ങും നാട് ഒന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ളത് ആലപ്പുഴയാണ്. അതുപോലെ തന്നെ കുട്ടനാട് പ്രദേശം, മത്സ്യബന്ധനങ്ങൾ ഇപ്പോൾ കൂടുതലുള്ളൊരു കൂടിയാണ് കേട്ടോ. ഒരുപാട് കവികളും സിനിമാനടന്മാരും നാടക കഥാകൃത്തുകളും തിരുക്കഥാകൃത്തുകളും ഒരുപാട് കലാകാരന്മാർ ഉള്ളൊരു ഡിസ്ട്രിക്റ്റാണ് നമ്മുടെ ആലപ്പുഴ. പക്ഷേ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ കായൽ മീനാണെങ്കിലും കടൽ മീനാണെങ്കിലും എല്ലാത്തിനും നിസ്സാര പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഇവിടെ ഒരുപാട് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇവിടെ ചെമ്മീൻ കെട്ട്, കരിമീൻ കെട്ടെന്നൊക്കെ ഇവിടെ പറയുന്നത്. കാരണം വളർത്തുന്നതാണ് ഇവിടെ ഇഷ്ടം പോലെ. നമ്മുടെ ഇടുക്കി ജില്ലയിലോട്ട് തന്നെ ഇവിടെ നിന്നാണ് കരിമീൻ കുഞ്ഞുങ്ങളൊക്കെ കയറി വരുന്നത് കേട്ടോ. നല്ല വളമാണ്, എന്നാലും കേട്ടോ നല്ല ഒരു പ്രദേശമാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള പറഞ്ഞാൽ പാറമട്ട സുലഭമാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഉണക്കമീൻ, പച്ചമീൻ, കാൽമീൻ ഇതൊക്കെ കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ. അപ്പം തൃക്കുന്നപ്പുഴ ബീച്ചുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ മത്സ്യബന്ധനം കഴിഞ്ഞ് കയറി വരുന്ന ബോട്ടുകൾ നമ്മൾ രാവിലെ കണ്ടു. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്കത് നേരത്തെ ഒരു വീഡിയോ നമ്മൾ എടുത്തതിന് മുമ്പ്. പക്ഷെ അത് തന്നെയല്ല കേട്ടോ, ഇവിടുന്ന് നല്ല കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ പറയുമ്പോൾ പല്ലന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് അവിടെ എന്ന് പറയുന്നത് കടലാണ്, കടൽ കയറി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്കൊന്ന് പോകാം സമയം ഉണ്ടെങ്കിൽ കേട്ടോ. നല്ല വഴിയാണ് കേട്ടോ. വഴിയൊക്കെ എന്ന് പറയുന്നത് നല്ല ഒരു കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല വഴിയാണ് കേട്ടോ. ഇത് തീരദേശ ഹൈവേ ആണ്. ഇത് നേരെ ചെന്ന് തോട്ടപ്പള്ളി നേരെ എറണാകുളം പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. നല്ല രീതിയിലുള്ളൊരു ഫുഡ് കഴിക്കണം. പിന്നെ അത് തന്നെയല്ല, ചെറുകുടലും വൻകുടലും ഇപ്പം ഒരേ രീതിയിലാണ് കേട്ടോ. വയറ്റിലൊക്കെ ഒന്നും തന്നെ ഇല്ല. പിന്നെ വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരാണ്. നമ്മുടെ മിലിറ്ററി, അതായത് ആർമി, BSF, എയർഫോഴ്സ്. അപ്പോൾ ഇവിടെ ഉള്ളവർ പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമാണ്, ആലപ്പുഴ ജില്ലയിലുമാണ് പട്ടാളക്കാർ കൂടുതലുള്ളത് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ തോട്ടപ്പള്ളി പാലം. പഴയ പാലമാണ്. നമ്മുടെ പുതിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേശീയ ഹൈവേ ആണ്, ആലപ്പുഴയിലോട്ട് പോകേണ്ട ഒരു ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ അത് തന്നെയല്ല, ആലപ്പുഴ മാത്രമല്ല, നേരെ എറണാകുളത്തോടും ജില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. ആണ് കേട്ടോ തോട്ടപ്പള്ളി ശരിക്കും ജംഗ്ഷൻ. പക്ഷേ ചെറിയൊരു സിറ്റിയാണ് കേട്ടോ. ബസ് സ്റ്റാൻഡൊക്കെ അപ്പുറയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് നാലുചിറയ്ക്കൊക്കെ പോകുന്നത്. ഇവിടെ ചെമ്മീൻ ഹാർബറൊക്കെ ഉണ്ട്. ചെമ്മീൻ ഹാർബറല്ല, ഹാർബർ. അത് മീനുകളൊക്കെ കയറി വരുന്നു. അപ്പോൾ അവിടെ കൂടെ നമുക്കൊന്ന് കാണാൻ പറ്റും. ഇവിടെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്നാലും ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് നമുക്ക് ആദ്യം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മളൊരു ഷേക്കൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ ഇതിൽ അങ്ങനെ കൊണ്ടാണ് തിരിയുന്നത് കേട്ടോ. ഹാർബറിലോട്ട് തിരിയും നേരെയാണ് കേട്ടോ ഹാർബർ. ഇവിടെ വരെ വന്നിട്ട് നമ്മൾ ഹാർബർ കണ്ടില്ല എന്നൊക്കെ. ആദ്യമായിട്ടാണ് ഞാനും ദാസപ്പൻ ഹാർബർ കാണാൻ പോകുന്നത്. പിന്നെയാണ് നമുക്ക് ഇതിലേക്ക് പോയി നോക്കാം. ഇതിലേക്ക് ഇഷ്ടംപോലെ വഴിയാണ് കേട്ടോ. നമുക്കൊരു കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള വഴികളാണ്. അങ്ങനെ ദാസപ്പനെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഈ ഹാർബറിനകത്തോട്ട് നമ്മൾ കയറുകയാണ് കേട്ടോ. അപ്പം അതിലാണ് നമ്മൾ വന്നത്. എന്നാലും റോഡുകാരുണ്ട്, കയറാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും വേണ്ടി നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ആൾ 10 രൂപ, സൈക്കിൾ 15 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടികളാണ് കിടക്കുന്നത് കേട്ടോ. നല്ലൊരു കാഴ്ച ഉണ്ടോ.
ഇവിടെ ഇങ്ങനെ ഒരു ചിറ പോലെ കെട്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഈ വള്ളങ്ങൾ വരുന്നത് എല്ലാം കിടക്കുന്നത്. നമ്മൾ ഇവിടെ ഒന്ന് റൗണ്ട് അടിക്കുക നമുക്കൊന്ന്. ഇവിടെയാണ് കേട്ടോ. ഇപ്പം ഈ ഒരു സമയമായിട്ടാണ് മീൻ രാവിലെയൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ മീനുകളാണ് കേട്ടോ. ഇപ്പം എന്നാ അറിയില്ല, നമുക്ക് അതിൽ അങ്ങനെയൊന്ന് പോയി നോക്കാം. ഇപ്പം അവരിലെ മീനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് ഇവിടെ രാവിലെയാണ് കേട്ടോ ഇവിടെ മീൻ കൂടുതൽ കയറി. അതോ ഉച്ചയ്ക്ക് വൈകുന്നേരമോ ഇതേട്ടാ? അല്ല ഞാൻ ചോദിച്ചതോളൂ, രാവിലെയാണല്ലോ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും? രാവിലെ അല്ലേ? ആ ഇത് ക്യാമറ ആണ്, അത് കുഴപ്പമില്ല, കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നാ? അല്ലല്ല യൂട്യൂബാ. അപ്പോൾ നമുക്കങ്ങനെ ഇച്ചിരി മുന്നോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. രാവിലെയാണ് കേട്ടോ ഇവിടെ മീൻ കൂടുതൽ കയറി വരുന്നത്. തൊട്ട് പുറകെ കാണുന്ന കടലാണ് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് ബോട്ടുകൾ. നമുക്ക് ഇച്ചിരി അതിലേ അങ്ങ് പോയി നോക്കാം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. കടലാണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇതിനെ ഇങ്ങനെ പൊഴി വെട്ടി കയറ്റിയാണ് ഈ നമ്മുടെ തോട്ടപ്പള്ളി ഹാർബറിലോട്ട് ബോട്ടുകളെല്ലാം മത്സ്യബന്ധനം കഴിഞ്ഞുള്ള ബോട്ടുകളെല്ലാം കയറി വരുന്നത് കേട്ടോ. ഇതിനകത്താണ് കിടക്കുന്നത് കേട്ടോ. ബോട്ടുകൾ കിടക്കാൻ നോക്കി എന്താ രസമല്ലേ. ഇഷ്ടം പോലെ കൊക്കുകൾ കേട്ടോ. ഇങ്ങോട്ട് അധികം തിരയില്ല. തിരയില്ലാത്ത ഭാഗത്ത് നോക്കിയാണ് അവർ വള്ളം കയറ്റിക്കൊണ്ടിരുന്നത് കേട്ടോ. എന്നാലും നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ. അതിലങ്ങനെ പോകാം, പക്ഷെ നല്ല ദൂരമാണ്. നമുക്കിതിലെങ്ങനെ മുറിച്ച് കിടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഭയങ്കര ഒരു ബോട്ടിച്ചാലാണ് കേട്ടോ. അപ്പോൾ ഇതിലെ കിടക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. സെറ്റല്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ ഹാർബർ. രാവിലെയാണ് ഏറ്റവും കൂടുതൽ കടൽ മത്സ്യങ്ങൾ, അതായത് നല്ല വില കുറച്ച് ഇവിടെ മീൻ കിട്ടും കേട്ടോ. നല്ല വില കുറച്ച് മീൻ കിട്ടും. ഊറ്റം ബോട്ടാണ് കേട്ടോ. എല്ലാം ഒതുക്കി ഇട്ടിരിക്കുകയാണ്. സെറ്റാ. ഇതെല്ലാം ഇനി സീസൺ ആകുമ്പോൾ ഇറങ്ങിപ്പോകും കേട്ടോ. ഇത് പണിക്കൊക്കെ കയറ്റിയിരിക്കുന്നതാണ്. വരുന്നോ? വരുന്നോ? എന്തേ ഒറ്റക്കേ ഉള്ളോ? ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഇത് കൊച്ചുവെള്ളമെല്ലാം പോകുന്നല്ലേ? ഞാനിവിടെ തന്നെ താമസിക്കുന്നത്. എൻ്റെ വീട് കുറച്ചപ്പുറം. എൻ്റെ പേര് എൻ്റെ പേര് വിമൽ രാജ്. അപ്പോൾ എനിക്കൊരു സർവത്ത് മിൽക്ക് ഷേക്ക് ഉണ്ട്. സർവത്ത് വെച്ചാൽ വെള്ളം കൂടുതൽ ഇരുന്നോണ്ടേ. സർവത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഹാർബറിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ രാവിലെ തിരക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ദാസപ്പൻ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ഏകദേശം ഇനി ഒരു 2-3 കിലോമീറ്റർ പോയാൽ നമുക്ക് നാലിച്ചിറ എന്ന സ്ഥലത്തേക്ക് ഇനി ചെല്ലാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഒരു സർവത്തൊക്കെ കുടിച്ച് നമ്മൾ ഈ കടയിൽ നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ് കേട്ടോ. ഈ വേണം ഉള്ളിലോട്ട് വരാൻ കേട്ടോ. ഇവിടെയൊക്കെ നല്ലൊരു ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ ആയിട്ടുള്ളൊരു കാഴ്ചകളാണ്. ഒരു ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകണം. ഇതൊക്കെ വഴിക്ക് വീതി കുറഞ്ഞ വഴിയാണ്. ഇതാണ് നമ്മളിവിടെ റോഡ് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ എന്താണെന്നൊക്കെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ഭാഗത്തുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീതി കുറഞ്ഞ വഴികളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ തെങ്ങും തോപ്പാണ്. ഈ പ്രദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനങ്ങളാണ് കൂടുതൽ കേട്ടോ. ഇഷ്ടം പോലെ മത്സ്യങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നല്ലൊരു മഴയ്ക്കുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗംഭീര കാഴ്ചയാണ്. റോഡിൻ്റെ 2 സൈഡിലും ഒത്തിരി വീടുകളുണ്ട്. സാധാ നോർമലുള്ള വീടാണ്. കരുമാടി നാലുചിറ കടവ്. നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ നാലുചിറ പാലം. ആദ്യം നമുക്ക് ഇതിലെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. യാത്ര ചെയ്തിട്ട് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നമുക്ക് പറയാം കേട്ടോ. നമ്മൾ ഈ പാലം അങ്ങ് ദൂരെ അപ്പുറം വെച്ച് നമ്മൾ കണ്ടിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. സെറ്റപ്പാണ് കേട്ടോ. എന്നാലും വേണ്ടി നമുക്ക് വണ്ടി നമുക്ക് അപ്പുറം വെച്ചിട്ട് പറയാം കേട്ടോ.
നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ ആ ഡ്രോൺ വഴി ഒന്ന് പറത്തി നമുക്ക് ഇവിടുത്തെ വീഡിയോ ഒന്ന് പിടിക്കാനും. പക്ഷേ എന്ത് ചെയ്യാനാ ഉണ്ടോ, ഇതാണ് 4 ചിറ. 4 ചിറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ഒരുപാട് തെങ്ങുംതോപ്പുകളുണ്ട്. ഇപ്പോൾ ദാസപ്പനെ വിളിപ്പുണ്ട്. ദാസപ്പന് വിഷമം രാവിലെ നമ്മളെ ഇതേ കയറ്റാത്തതുകൊണ്ട്, നമ്മുടെ എന്താ പറയുക, നമ്മളെ ജങ്കാറ കയറ്റാത്തതുകൊണ്ട്. പിന്നെയല്ല, ഈ പാലത്തിൻ്റെ ഓപ്പൺ ഇനിയും താമസിക്കുന്നതാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടോ. കാരണം ഈ ശരിക്കുള്ള പാലത്തിൻ്റെ പണിയെ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അതായത് ഇവിടുത്തെ ഇങ്ങോട്ടുള്ള വഴിയുടെ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല കേട്ടോ. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊന്ന് കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. സെറ്റ് കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളി ഓറഞ്ച് കളറും നീലയും ഗ്രേ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പാലത്തെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ഇതിലേ നമുക്കൊന്ന് പോയി നോക്കാം. ഇതുണ്ടോ, ഇതൊരു കായലാണ് കേട്ടോ. കായൽ കുറേയാണ് ഈ പാലം പണിതിരിക്കുന്നത്. സെറ്റല്ലേ? ഏകദേശം 60 കോടി രൂപയോളം മുടക്കിയാണ് കേട്ടോ ഈ പാലം പണിതിരിക്കുന്നത്. പക്ഷേ എന്നാലും ഈ പാലത്തിൽ നിന്ന് അക്കരയ്ക്കുള്ള റോഡിൻ്റെ പണി കഴിയാതെ കൊണ്ട് ഈ പാലം ഓപ്പൺ ആകത്തില്ല കേട്ടോ. ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു കെട്ടി കിടക്കുന്ന ഒരു പാലമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടും അതുകൂടാതെ നല്ല വെഡ്ഡിങ് ആൽബം ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാൽ ഈ പാലത്തിൽ നിന്ന് കാണുന്നൊരു കാഴ്ച വേറൊരു വൈബ് ലെവൽ തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പാലം. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും. ബൈ.